ഹലോ മുട്ടിയ സുഖല്ലടി? അളിയനെവിടെ? കാക്ക രാവിലെ പുറത്തു പോയതാണ്, കോഴിക്കോട് പോയതാ. ആ ഞാൻ ഇപ്പൊ വിളിച്ചത് എന്താ അറിയോ? എപ്പോഴും വിളിച്ചണല്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് ഇപ്പോ? അതല്ലടി, ഇപ്പൊ എന്റെ ഓരിയില്ല എന്റെ സ്ഥലല്ലേ, അത് കൊടുക്കാൻ പറ്റിയ മാമാക്കാനോട് പറഞ്ഞാ. മുഹമ്മദൊക്കെ ചോദിച്ചപ്പോ കൊടുക്കണുണ്ടെന്ന് പറഞ്ഞതാണ്. ആ സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കല്ല അവിടെ. അല്ല കൊടുക്കുകയാണെങ്കിലേ അത് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. കുഞ്ഞാവി വിളിച്ചിന്ന്, ഓനും പറഞ്ഞ് ഓനക്ക് ആ സ്ഥലം വേണമെന്ന്. ആ അല്ല മുഹമ്മദ് ഇപ്പൊ ആർക്ക് വേണ്ടിട്ട് എന്നോട് ചോദിച്ചിരുന്നത്? മുഹമ്മക്ക് അവന്റെ മോനക്ക് വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ ഇങ്ങക്ക് രണ്ടാക്കും കൊടുത്തിട്ടല്ലേ ഞാൻ പുറത്തേക്ക് കൊടുക്കുള്ളൂ. ആ സ്ഥലം കൊടുക്കുകയാണെങ്കിലേ അത് എനിക്ക് വേണട്ടാ, ഞാനത് പറയാൻ വേണ്ടി വിളിച്ചാ. നമ്മൾ രണ്ടും കൂടി തീരുമാനിക്ക് ആർക്കാ വേണ്ടതെന്ന്. രണ്ടാളായാലും എനിക്ക് കുഴപ്പമില്ല, രണ്ടാൾക്ക് ഒരുപോലെ തന്നെ അല്ലേ. ആ അക്കാ, ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഞാനേ പർദ്ദ നോക്കാൻ വന്നാണ്, നമ്മളെ കുഞ്ഞുമോന്റെ മോന്റെ കല്യാണ്ടേ. ഞങ്ങൾക്ക് വിളിക്കട്ടെ വീട്ടിലെത്തിയിട്ട്? ആ ആയിക്കോട്ടെ. അതൊന്നും നടക്കൂല. നിങ്ങൾ രണ്ടാളും ചെറിയ കാര്യത്തിന് ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ? ആരൊരാളെ വിട്ടീച്ച കൊടുക്കേ. എനിക്ക് ആ സ്ഥലം കിട്ടില്ല, അത്യാവശ്യമാണ്, എനിക്കത് വേണം. എനിക്കും അത്യാവശ്യമാണ്. കാക്കാക്കാരല്ല ആ ഭാഗത്ത് മുറ്റം കുറവാന്നുള്ളത്. അതേപോലെ തന്നെ എല്ലാവർക്കും അത്യാവശ്യം ഉണ്ടാവില്ലേ? ഓൻക്ക് ആ ഭാഗത്ത് തന്നെ മുറ്റം മാറുന്ന എത്ര വാശി. ഓന്റെ വീടിന്റെ 2 സ്ഥലത്ത് ഇഷ്ടം പോലെ മുറ്റം ഉണ്ടല്ലോ. ഓനക്കെന്ന് എന്റെ മുറ്റത്തുള്ള സ്ഥലം തന്നെ വേണമെന്ന് ഇത്ര വാശി. നിങ്ങൾ രണ്ടാളത് വാശി പിടിച്ചാലേ ഒരു തീരുമാനമാവില്ല. ആരെങ്കിലും ഒരാളെ വിട്ടുവീഴ്ച ചെയ്യേ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടാളും കൂടി ആ സ്ഥലം പകുതി പകുതി എടുത്തോളി. എന്തേ? അങ്ങനെ പകുതി കിട്ടിയിട്ട് എനിക്കൊരു കാര്യമില്ല, കിട്ടുകയാണെങ്കിലും മുഴുവൻ കിട്ടണം. ആ 4 സെന്റിന് എന്ത് പകുതിയാക്കാനാ? അത് നീളത്തിലുള്ള സ്ഥലം. ഓൻ വിട്ടുവരിക എന്നുള്ള കാര്യം ഉറപ്പാനല്ല. ഓന്റെ സ്വഭാവം ഞാൻ തന്നെയാണ്, ചെറുപ്പം മുതൽ തന്നെ ഭയങ്കര വാശിയാണ്. ഓൻ പിടിച്ച മുതലിന് 3 ഒമ്പാണ്. ഇനിയിപ്പൊ ഈ 4 സെന്റിന് വേണ്ടിട്ടേ ഞാനായിട്ട് കുടുംബം തിരിച്ചെന്ന് പറയണ്ട, ഓൻ തന്നെ എടുത്തോട്ടെ. അനക്കെത്തിനാ സ്ഥലം കൊണ്ട് ഉപകാരം? അനക്കല്ലാണ്ട് വിട്ടുകൊടുത്തൂടെ? എടാ, ആ സ്ഥലം കിട്ടിയാലേ വീട്ടിക്ക് റോഡ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നടവഴി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാന്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? സാറില്ല, നീ പോട്ടെ. എന്നാ ശരി. ഹലോ, എവിടാ അത്? ഞാൻ വീട്ടിലുണ്ട്. നാടൊക്കെ ഞങ്ങളിപ്പോ വരാം. ആ ആയിക്കോട്ടെ. ആ കാക്കടണ്ടല്ലോ. ഞാൻ ഇപ്പൊ വിളിച്ചേ. ആ താത്തല്ലേ ഇവിടെ? താത്താ കേറിയിരിക്കാ. അപ്പളേ ഞങ്ങളെ കണ്ട എഴുതി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇങ്ങോട്ടാ വരുന്നത്. അത് നന്നായി, ഓന്റെ വാശിയാണ് ജയിച്ചല്ലോ. മുട്ടിയെ ഇയ്യോ ഓന്റെ ഒപ്പം കൂടിയില്ലേ? എത്ര കാക്കങ്ങൾ പറയണേ, എനിക്ക് കണ്ടത് ഒരുപോലെ തന്നെ അല്ലേ? ആ പറയുമ്പോ അങ്ങനെയൊക്കെ പറയും, പ്രവൃത്തിയിൽ അത് കാണൂല. എല്ലാവർക്കും അവനാന്റെ കാര്യമാണ്. കാക്ക, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ നിങ്ങളാണ് തീരുമാനിച്ചു പറയാനേ. എനിക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. പിന്നെന്താ ഇപ്പൊ അങ്ങനെ ഒരു വർത്താനോ? അല്ല, അനക്കെന്നെ എത്ര വാശി ആ സ്ഥലം കിട്ടണമെന്ന്? ഓരി വെച്ചപ്പോ ഈ സ്ഥലത്തേക്ക് ആകെ 3 അടി വഴിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് റോഡാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്ഥലം ചോദിച്ചത്. അതിനെപ്പറ്റി ആശ്രയിക്കണത് എന്താ? കുഞ്ഞാനെ ഒറ്റത്ത് കൂടാണ്ട് കൊണ്ടുവന്ന വണ്ടി, അതിന് പോകാൻ എന്തെങ്കിലും പറയോ? മുട്ടിയെ അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കണ കാലത്ത് പറ്റും, നമ്മളെ മക്കളെ കാലത്ത് പിന്നെ എന്താ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റുമോ? ആ ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. അതാണ് പ്രശ്നം എന്നുണ്ടെന്ന് അന്ന് തന്നെ പറയണ്ടടാ. പറഞ്ഞിട്ട് എന്തിനാ, നീ ആര് കേക്കാനാ? കഴിഞ്ഞത് കഴിഞ്ഞ് ജിപ്പത്തെ കാര്യം കേട്ടോ. കുഞ്ഞാവാന്റെ പേരില് സ്ഥലം രജിസ്റ്റർ ആക്കിക്കണം. അതിന്റെ 3 അടി വഴിയെ 8 അടി ആക്കിക്കണ്ട് റോഡാക്കി ഇട്ടിക്കണം. എനിക്ക് വണ്ടിയിൽ കൊണ്ടുവരാം. ബാക്കിയുള്ള സ്ഥലം കുഞ്ഞാവാക്ക് മുറ്റാക്കി അവിടെ ഇട്ടിക്കണം. പോരെ, എനിക്ക് സന്തോഷായില്ലേ? റോഡിന്റെ കാര്യം ഉമ്മൂട്ടിനോട് വിളിച്ചു പറഞ്ഞു. കുഞ്ഞാവാക്ക് ഞാൻ വിളിച്ചപ്പോ കുഞ്ഞാവാക്കും അതിന്റെ അഭിപ്രായമുള്ളത്. എന്റെ മനസ്സിൽ എനിക്കറിയില്ല കാക്ക, ഞാനെങ്ങനെ അതിനെ എതിരിക്കോ? കാക്ക, ഇജ്ജ് സ്ഥലം വാങ്ങിയാല് ഓർക്ക് മുറ്റത്തിന് സ്ഥലം കൊടുത്തിട്ട് ഇത് റോഡാക്കുള്ളൂ എനിക്കറിയാം. ഇനിയിപ്പൊ കുഞ്ഞാൾ എടുക്കുകയാണെങ്കിലും എനിക്ക് റോഡിനുള്ള സ്ഥലം തന്നിട്ട് ഓ മുറ്റാക്കുള്ളൂ. എനിക്ക് നിങ്ങൾ രണ്ടാളി അറിഞ്ഞൂടെ? കാക്ക, ഇവര് രണ്ടാളും കൂടി എന്നെ തോൽപ്പിച്ചല്ലോ. മുട്ടിയെ എല്ലാരും കൊണ്ട് പോരിട്ടാ ചായ എന്നാ വരി, ചായ കുടിക്കാം.